സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന നിരാഹാര സമരം പിൻവലിച്ചു എന്നുള്ളത് ശുഭസൂചകമായ കാര്യമാണ്. മന്ത്രി N ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ആവശ്യങ്ങൾ സർക്കാർ ഭാഗികമായി അംഗീകരിച്ചതായും 45 ദിവസത്തെ സമയം സർക്കാർ തേടിയിട്ടുണ്ടെന്നും സമരക്കാർ അറിയിച്ചു. സമരപന്തലിൽ റാങ്ക് ഹോൾഡേഴ്സ് ആഹ്ലാദം പങ്കിട്ടു. 37 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയായിരുന്ന ഉദ്യോഗാർത്ഥികൾ സമരസമിതി നേതാവ് വളർമതി 13 ദിവസമായി നിരാഹാരത്തിലുമായിരുന്നു. അതേസമയം ഉദ്യോഗാർത്ഥികൾ സമരപന്തലിൽ തുടരുമെന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന വിവരം. സമരം 37ാമത്തെ ദിവസമാണ് ഇന്ന്. 13ാമത്തെ ദിവസമാണ് നിരാഹാരം ഇരിക്കുന്നത്. ഇത്രയും ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട് ഞങ്ങൾക്കെങ്കിലും ഒരു ചർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് നിരാഹാര സമരമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട ഡിമാൻഡ്സ് നേരത്തെ പറഞ്ഞിരുന്നു. 1:25 എന്ന് പറയുന്ന റേഷ്യോ കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ഫോൾ സംഭവിച്ച സ്കൂളുകളിൽ മാത്രം നടപ്പിലാക്കുക, അതും ഗവൺമെൻറ് സെക്ടറിൽ മാത്രം നടപ്പിലാക്കുക. അത് ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയാവുന്ന വിഷയമല്ല. അതുപോലെ തന്നെ HTV ഹെഡ് ടീച്ചർ വാക്കൻസി എന്ന് പറയുന്ന പോസ്റ്റ്, അതും ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതിനകത്ത് സാലറി കൊടുക്കുന്നുണ്ട്. അതൊരു പോസ്റ്റ് ക്രിയേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്. അതേപോലെ 1:1 എന്ന് പറയുന്നത് അവർ പറയുന്ന എയ്ഡഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനാണ് 1:1 എന്ന് പറയുന്നു. സമരപന്തലിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഏറെ അവർ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ഇനി ഡാൻ കുര്യൻ അവിടെ സമരപന്തലുണ്ട്. ഡാന്, അവരുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ചു എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ കൃത്യമായ ഉറപ്പ് വേണം, അത് നടപ്പിലാക്കുകയും വേണം. എന്താണിപ്പോൾ സമരക്കാരുടെ നിലപാട്? സെക്രട്ടേറിയറ്റിലെ സമരപന്തലിൽ 37 ദിവസമായി റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ നിരാഹാര സമരം 13 ദിവസം പിന്നിട്ടതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് അധ്യാപകരെ LPST റാങ്ക് ഹോൾഡേഴ്സിനെ സെക്രട്ടേറിയറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചത്. ആ ചർച്ചയ്ക്കൊടുവിലാണ് നിരാഹാര സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന, അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു തീരുമാനത്തിലേക്ക് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരസമിതി നേതാക്കൾ, വളർമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നത്. 45 ദിവസത്തെ സാവകാശം, അതിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. എന്നോടൊപ്പം സമരത്തിൽ പങ്കെടുത്ത അധ്യാപകർ കൂടി ചേരുന്നു. എത്രയും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഉറപ്പിന്? പൂർണ്ണമായും പ്രതീക്ഷയുണ്ട്, വിശ്വാസവുമുണ്ട്. അവര് 45 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റ് പടിപടിയായിട്ട് ലിസ്റ്റ് നീട്ടാം, നോട്ടിഫിക്കേഷൻ വരുന്നത് മാറ്റിവെക്കാം. പിന്നെ നമ്മുടെ 1:25 HTV 45 ദിവസമാണ് സമയം ചോദിച്ചേക്കുന്നത്. നിങ്ങൾ 37 ദിവസം ഇവിടെ ഉണ്ടായിരുന്നോ? 37 ദിവസം ഉണ്ടായിരുന്നു. 13 ദിവസം ടീച്ചർ സമരം. എവിടുന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം. എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനം? വളരെ സന്തോഷം. നമ്മള് ഇപ്പോഴത്തെ സർക്കാരിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയെങ്കിലും തീരുമാനമായതിൽ വളരെ സന്തോഷം. അത്തരത്തിൽ ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങളാണ്. 13 ദിവസമായി ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതിരിക്കുകയെന്ന് വളർമതി ടീച്ചർ. ആ ടീച്ചർക്കാണ് മന്ത്രി തന്നെ നേരിട്ട് നാരങ്ങാനീര് കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 45 ദിവസത്തെ സാവകാശത്തിനിടയിൽ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഉപാധികളിൽ ഏത് തരത്തിലായിരിക്കും ഇടപെടൽ നടത്തുക സർക്കാർ എന്നതാണ് ഇനി അറിയാനുള്ളത്. 11,000 പേരാണ് LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അവിടെ 1:25 എന്ന അനുപാതത്തിൽ നിയമനം നടത്താൻ കഴിയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എത്ര കണ്ട് പ്രായോഗികമായി ഇടപെടൽ നടത്താൻ സർക്കാരിന്, വിദ്യാഭ്യാസ വകുപ്പിന് കഴിയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 37 ദിവസമായി തുടർന്ന സമരം താൽക്കാലികമായി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ ആഹ്ലാദ പ്രകടനങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചു എന്നവർ കരുതുകയും ചെയ്യുന്നു. ഡാൻ കുര്യനാണ് അവിടെ നിന്ന് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.